പോട്ടെ, കൊഴപ്പില്ല. ഇത് ചിലവർക്ക് ദൈവം കൊടുക്കുന്നതാണേ. കുഴപ്പമില്ല, സാരമില്ല. ഏയ് മിസ്റ്റർ അരഞ്ഞാണം. അറിഞ്ഞോണോ ഇല്ല അരമങ്ങാനോ? ആ മിസ്റ്റർ അരമങ്ങാണം, ഇത് ചേട്ടന്റെ കയ്യിൽ കൊണ്ട് കിട്ടിയതാ. മീനു ചവത്തി കുത്തലേ. ഇന്ന് ചേട്ടൻ ഈ വിഷമക്കളൊക്കെ പറയണമെങ്കിൽ ഈ ഇരിക്കുന്ന 3 പേരോടും പറയണം. അവരോട് പറഞ്ഞിട്ട് എന്തിനാ? അവരെങ്കിലും ഒന്ന് ചിരിക്കട്ടെ. മിന്നു എന്നെ സംഭവം എന്നാ? ഈ ചേട്ടന് കുറച്ച് വിഷമങ്ങളുണ്ട്. അത് നിങ്ങളോട് സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ട് പറഞ്ഞു തരും. അത് നിങ്ങൾ കേട്ടാ മതി. എന്നോട് പറഞ്ഞോ പേഴ്സണലായിട്ട്? ഞാൻ വേണേ വന്ന് ആശ്വസിപ്പിച്ചു തരാം. അത് നല്ല കാര്യമാണ്. അല്ലേ? എന്റെ പേരെങ്ങനെയാ? അനീഷ്. അനീഷ്. അനീഷിന്റെ വിഷമങ്ങൾ എന്നോട് പറഞ്ഞോ അനീഷ്? പിന്നെ പേടിക്കാതെ പറഞ്ഞു. നീ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാണ്ട് മാറി തരാവോ? ഞങ്ങളുടെ സ്വകാര്യ നിമിഷം ഞങ്ങളൊന്ന് എൻജോയ് ചെയ്തു. കിട്ടിയൊരു അവസരമെങ്കിലും ഞാൻ മുതലെടുക്കട്ടെ കുഞ്ഞെ. ഒക്കോ, താങ്ക് യു. വരണേ, ലാസ്റ്റ് സാധനം കൊണ്ട്. ഓക്കെ, പറഞ്ഞോ അനീഷ്, എന്താണ് വിഷമം? നമസ്കാരം രമേശേട്ടാ. നമസ്കാരം അനീഷേ. പകർച്ചേട്ടാ നമസ്കാരം. എലീന. എലീന പറഞ്ഞോ ഞാൻ അങ്ങോട്ട്? ഓ വേണ്ട. ഇത് കൊല്ലിയാവണോ നീ അവളോ? മുൻദിനം പാത്തേനെ So slow ആയിട്ട്. പാത്തതും തോർത്തേനെ രമേശേട്ടാ, നമ്മൾ ഈ കാണുന്നവന്റെ കണ്ണിലാണല്ലോ കുരു. കാണുന്നവന്റെ കണ്ണിലാണല്ലോ ഈ സൗന്ദര്യം. അതെ. അതെ. ഇപ്പോ രമേശ് ചേട്ടന് ഇഷ്ടപ്പെടുന്ന കുട്ടിയെ പക്രുച്ചേട്ടന് ഇഷ്ടപ്പെടണമെന്നില്ല. ഇല്ല, പക്രുച്ചേട്ടന് ഇഷ്ടപ്പെടുന്ന കുട്ടിയെ രമേശ് ചേട്ടന് ഇഷ്ടപ്പെടണമെന്നില്ല. നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുട്ടിയെ എനിക്കിഷ്ടാവും. എന്റെ വിശാലമായ കണ്ണുകളാ, എനിക്ക് എല്ലാരെയും ഇഷ്ടാവും. നല്ല തുളുമ്പുന്ന ഒരു അക്ഷയ പാത്രമാണ് എന്റെ ഹൃദയം. എന്നിട്ടിപ്പോ എന്താ, ഇഷ്ടമുള്ള കുട്ടി ഇഷ്ടാന്ന് പറയുന്നതിന് ഇഷ്ടമല്ലെന്നും പറഞ്ഞ് ഇഷ്ടയെ കിട്ടിച്ചിട്ട് പോയി. കഷ്ടല്ലേ? വെറുതെ ഒരു പ്രാസം പിടിച്ചാൽ ഇരുന്നോട്ടെ. പക്ഷെ അതിന് പകരം ഇഷ്ടമുള്ള ഒരു കുട്ടിയെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തപ്പിയെടുത്തു. ഫസ്റ്റ് ഡേ ചാറ്റ്, 2ാം ദിവസം കോള്, 3ാം ദിവസം വീഡിയോ കോള്, 4ാം ദിവസം മീറ്റപ്പ്, 5ാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പേ ബ്രേക്കപ്പ് ആയി. എന്താ കാര്യം എന്നറിയോ? ഇൻസ്റ്റാഗ്രാമിലുള്ള എന്റെ ഫോട്ടോ കണ്ടിട്ട് അത്രയും വെളുപ്പ് എനിക്ക് നേരിട്ട് കാണാനില്ലത്ര. കുട്ടി സത്യം, ഞാനത് പറഞ്ഞില്ല. പക്ഷെ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായി പോയി. പകരം ഞാൻ എന്റെ കൂട്ടുകാരനോട് പറഞ്ഞപ്പോ അവൻ എനിക്ക് വെളുത്തിട്ട് പാർന്ന ക്രീം സജസ്റ്റ് ചെയ്തു. തേക്ക വെളുക്ക പാറ. അപ്പൊ തന്നെ പലരും എന്നോട് പറഞ്ഞു, തേക്കണ്ട മോനെ, കിഡ്നി ചട്നിയാന്ന പരിപാടിയാന്ന് വേണ്ടാന്നോ. പക്ഷെ എനിക്ക് അവളോടുള്ള സ്നേഹം ഉണ്ടല്ലോ, ഞാൻ വാങ്ങിച്ച്. പക്ഷെ മുഖത്ത് തേക്കാൻ ടെൻഷൻ. ഞാൻ ടെസ്റ്റ് ഡോസ് അടിക്കാൻ വേണ്ടി 3 ദിവസത്തിനോട്ട് റിസൾട്ട് കിട്ടുമല്ലോ, ഇച്ചിരി എടുത്തിട്ട് നമ്മുടെ മുഖം പോലെ സോഫ്റ്റ് ഒരു സ്ഥലത്ത് ഒരു 3 ദിവസം ടെസ്റ്റ് അടിച്ച് സംഭവം സക്സസ് ആ. 3ാം ദിവസം റിസൾട്ട് വന്നു. വെളുത്തിട്ട് പാറുന്നോട്ട് ഇരുന്നിട്ട് തൂറാൻ കഴിയാത്ത അവസ്ഥയായി. ആകെ ടെൻഷനായി. ഞാൻ അപ്പൊ തന്നെ ആ ക്രീം തന്നെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, നിനക്കതിന് കേസ് കൊടുക്കാൻ പോവാന്ന്. എന്താ കാര്യം? മുഖത്ത് തേക്കേണ്ട ക്രീം മൂട്ടിൽ തേച്ചിട്ട് ക്രീമിനെ അപമാനിച്ചെന്ന്, നഷ്ടപരിഹാരം കൂടി കൊടുക്കാൻ. എനിക്കതിൽ ടെൻഷനൊന്നുമില്ല, എന്റെ ടെൻഷൻ മൊത്തം വേറെ ആയിരുന്നു. അതായത് ഫേസിൽ തേച്ചവർക്കൊക്കെ കിഡ്നിയിലാ പ്രശ്നം. ഇനി എനിക്ക് ഇതേടെ പ്രശ്നം വരുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അതും കൂടി അവക്കറിഞ്ഞപ്പോ അവള് തേച്ചിട്ട് പോയി. ബ്രേക്കപ്പ്. ഈ ബ്രേക്കപ്പ് ആയവർക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് ശാരീരിക ബന്ധമാണല്ലോ. അല്ല, ഈ ബ്രേക്കപ്പ് ആയവർക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് ശരീര സൗന്ദര്യമാണല്ലോ. ഞാൻ സുഭാഷോട് പറഞ്ഞു, നീ പോയ ജിമ്മില് എന്നെയും കൂടി ഒന്ന് കൊണ്ടുപോകണം. അവൻ പറഞ്ഞടാ, ജിമ്മ് ഫേക്കാ, അവന്മാരുടെ പരസ്യം പരിപാടി ഒക്കെ തട്ടിപ്പാണ്, പോരുന്നത്. ഞാൻ പറഞ്ഞില്ലല്ലോ, കുറെ ആൾക്ക് പോവണ്ട. എന്താ കാര്യം? എടാ, യൂണിസെക്സ് ജിമ്മെന്നും പേര് എഴുതി വെച്ചിട്ട് അതിനകത്ത് അങ്ങനെ ഒരു പരിപാടിയില്ല, ഫുൾ തട്ടിപ്പാണ്. അതും കൂടി കേട്ടപ്പോൾ ഞാൻ ഡിപ്രഷനായി. ഈ ഡിപ്രഷനായതിൻ്റെ ഒരു ലക്ഷണം കണ്ടത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വാട്സപ്പിൽ 2 സ്റ്റാറ്റസ് ഇട്ടു. 2 ഫോട്ടോ എൻ്റെ തന്നെ ഫോട്ടോയാ. ഒന്ന് 75 പേര് നോക്കിയിട്ടുണ്ട്, ഒന്ന് 74 പേര് നോക്കിയിട്ടുണ്ട്. എനിക്ക് ടെൻഷനായി. ഈ 74 1 ആരാ നോക്കാത്തവൻ? അങ്ങനെ 75 74 പേരെഴുതി തപ്പിപ്പിടിച്ച് അവനോട് ഞാൻ നോക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി സമാധാനം കിട്ടി. അങ്ങനെ ഡിപ്രഷൻ അടിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരിൽ അഭയം തേടി കുറച്ച് പേരെടുത്ത് ചോദിച്ചു. അതിന്റെ പരിണിത ഫലം എന്ന പോലെ എൻ്റെ മൊബൈലുകളിലെ ആപ്പുകളുടെ എണ്ണം കൂടി. ടിൻഡർ, അരികെ, ബബിള്, മീറ്റു, അങ്ങനെ. പക്ഷെ നമ്മുടെ എല്ലാവരുടെ സങ്കടത്തിലും കൂടെ നിൽക്കുന്ന ഒരു കൂട്ടുകാരനുണ്ടാവുമല്ലോ. ഉണ്ട്. ഏത് ആപ്പിൽ ഏത് പെണ്ണിന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാലും ആ തെണ്ടി അവിടെ മൂച്ചിലായിട്ടുണ്ട്. അങ്ങനെ ആ പരിപാടിയും ഞാൻ നിർത്തി. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് സങ്കടത്തിൽ നടക്കുമ്പോൾ ഒരലർച്ച, ഒരു പെണ്ണിന്റെ കേട്ട് പരിചയമുള്ളൊരു ടോണും, മതി മതി വിട് മതി. ഞാൻ അപ്പൊ തന്നെ എന്റെ ഫോൺ എടുത്ത് നോക്കി. ഫോണിലെ വീഡിയോസ് അല്ല, വീണ്ടും അലർച്ച കിട്ടും. ഓടി എന്റെ അപ്പുറത്തേക്ക് എന്റെ മനസ്സാകെ തകർന്നു പോയി.
ഒരു പെണ്ണിന്റെ അലർച്ചയാന്ന്. ഞാൻ ചാടി കയറി ബിൽഡിങ്ങിന്റെ മേളിൽ കയറി നോക്കിയപ്പോ ബ്രേക്കപ്പ് ആയ എന്റെ ഹൃദയം അകർന്നടിഞ്ഞ് ഇല്ലാണ്ടായി പോയി. ചേട്ടൻ അറിയോ, ഒരു 60 വയസ്സുള്ള ഒരു ചേച്ചി, 60 വയസ്സ് കാണും. ആ ചേച്ചി 4-8 കിലോയിലെ ഡംബിൾസ് ഇട്ട് ബെഞ്ച് പ്രസ് ചെയ്യുന്നു. മാരക മോട്ടിവേഷൻ ട്രെയിനർ. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കരച്ചിലിന്റെ പല ഭാവങ്ങളിൽ വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ അത് നോക്കി നിൽക്കുമ്പോൾ പിന്നെ എനിക്ക് തോന്നി, ഈ പ്രായം ചെന്നവരല്ലാത്ത പ്രായം കുറഞ്ഞവരുടെ കരച്ചിലും വന്നാലോ. അതിന് ചിലവായത് 3500, 2000 രൂപ അഡ്മിഷൻ ഫീയും 1500 മന്ത്ലി ഫീയും. അങ്ങനെ ജിമ്മിന് ചേർന്ന്. ഒരു കാര്യം കൂടി പറയാം, ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം പറയാതെ, ഈ ഹെൽത്ത് നോക്കുന്നതിൽ ജെൻഡർ പ്രശ്നമില്ല കേട്ടോ, വയസ്സോ പ്രായോ ഒന്നും പ്രശ്നമില്ല. ആ ചേച്ചി ഒരു മോട്ടിവേഷനാണ്. ഞാനിത് പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ കൗണ്ടറിന് ഞാൻ കുറെ കേൾക്കേണ്ടി വരും, അതുകൊണ്ട് വേറെ കാര്യമായിട്ട് എടുക്കണ്ട. അങ്ങനെ ഞാൻ ജിമ്മിൽ ചേർന്നു. ജിമ്മിന്റെ വൈബ് എന്ന് പറയുന്നതിൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന സ്ഥലം ജിമ്മാണ് അല്ലേ? അല്ലിനൊക്കെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ലേ? ഞാൻ പോയിട്ടില്ല, പക്ഷെ അങ്ങനെയാണെന്നേ. 10 മിനിറ്റ് മുമ്പ് ജോയിൻ ചെയ്തവർ വരെ 6 മാസമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ചേച്ചിക്ക് അങ്ങനെ ചേച്ചി കമോൺ എന്ന് പറഞ്ഞ് കൂടെ ഇപ്പൊ ഉണ്ടാവും. ആൺപിള്ളേർത്തും പോയൊക്കെ ഒറ്റ കിട്ടും മൈൻഡ് തിരിഞ്ഞു നോക്കൂല. ഇതിന് സത്യമാണ്. മാത്രമല്ല ജിമ്മിന്റെ വൈബ് പാട്ടുകളാ കേട്ടില്ലേ? അതൊക്കെ കേൾക്കുമ്പോ 19 കിലോ എടുത്ത് പൊക്കാനങ്ങ് തോന്നും. ആ സമയത്ത് ഒരു ചേട്ടന് ഇയർഫോണിൽ പാട്ട് കേട്ടിട്ട് മോര കാട്ടി. ഞാൻ ഇത് ഏതാടാ ഈ പാട്ട്? ഞാൻ പുള്ളിയോട് ചേട്ടാ ഇങ്ങനെ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ട് വന്നതാണ്, എനിക്ക് ആ പാട്ടൊന്ന് ഷെയർ ചെയ്യുമെന്ന് ചോദിച്ചു. പുള്ളി ഇയർഫോൺ എടുത്തിട്ട് ചെവി വെച്ചൊന്നു കേട്ടോ എന്ന് പറഞ്ഞു. 1.5 മണിക്കൂറിൽ ഓഡിയോ നോട്ട് ചേട്ടന്റെ വൈഫ് അയച്ചു കൊടുത്താ. അതിന്റെ സീൻ അവിടെ കണ്ടോണ്ടിരുന്നു. ആ ഒരു 10 കിലോ കൂടി ഇട്ട് കൊടുത്തു അടി കേട്ടാന്നും പറഞ്ഞു. ഈ സമയത്ത് കറക്റ്റ് 6 മണിയായിക്കണം. പൂവൻകോഴികളൊക്കെ സട കുഴഞ്ഞെഴുന്നേറ്റ് അവര് ചിറക് പിടിച്ചു കൂടി. ഇൻസ്റ്റാഗ്രാമിലെ ഫിൽറ്ററുകളെ പോലും തോപ്പിക്കുന്ന സൗന്ദര്യത്തോടു കൂടി അവൾ ആ ജിമ്മിലേക്ക് കയറി വന്നു. ഏത് സ്റ്റൈൽ പറഞ്ഞ എന്റെ മോനെ. അപ്പൊ തന്നെ എന്റെ ആ ഫോണിലെ ആപ്പ് മൊത്തം അങ്ങ് ഡിലേ ചെയ്ത് അവളെ അങ്ങ് ആപ്പിലാക്കാൻ തീരുമാനിച്ചു. അവൾ സ്ഥിരം വരുന്നവളാന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവിടെ വന്നിട്ട് ബാക്കിയുള്ളവരോടൊക്കെ ഹായ് പറഞ്ഞിട്ട് എന്നെ മൈൻഡ് ചെയ്ത് പൊക്കളഞ്ഞു. എന്നെ മൈൻഡ് ചെയ്യാത്തവരുടെ മൈൻഡിൽ ഞാൻ മാത്രമാക്കുന്ന വിദ്യ ഈ അനീഷിന് അറിയാം. അങ്ങനെ പാടിച്ച പണി 18 ഞാൻ നോക്കി, വീണില്ല. ടെമ്പിൾസ് എടുത്തിട്ട് ഞാൻ പാട്ട് പാടി നോക്കി. ഡിസ്ക് എടുത്ത് ഞാൻ ഡിസ്കോ ഡാൻസ് കളിച്ചു, അതിലും വീണില്ല. അവസാനം ഡെഡ് ലിഫ്റ്റ് എടുക്കാൻ തരും. അവൾ നിൽക്കുന്നിടത്ത് പോയിട്ട് എല്ലാരും തട്ടി മാറ്റി ഞാനങ്ങ് പിടിച്ച്. ഇത് തള്ളി നിൽക്കണം ജിമ്മിന്റെ നിയമം. ഞാനങ്ങ് വലിച്ചു പൊക്കി. എന്റെ ആവേശം മൂത്തതേ ആമാശയത്തിന് ഇഷ്ടപ്പെട്ടില്ല. ചെറുകുടൽ വൻകുടൽ വഴി ഏതോ ഒരു ശബ്ദം പിൻവാതിലൂടെ അങ്ങ് ഓടിപ്പോയി. ഞാനാകെ തകർന്നു. എന്റെ തകർന്ന ഹൃദയം ആ പോയ കാറ്റിന് പകരം എന്റെ കാറ്റങ്ങ് പോയാൽ മതി എന്ന് വരെ ഞാൻ വിചാരിച്ചു പോയി. പക്ഷേ ആമാശയത്തിന്റെ കാൽപ്പെരുമാറ്റം ഞാൻ നേരത്തെ അറിഞ്ഞതാ. അതുകൊണ്ടൊരു വില്ലൻ ചുമ വെച്ചിട്ടു. ആ വില്ലൻ ചുമയില് ആ ശബ്ദം, വൃത്തികെട്ട ശബ്ദം നിർവീര്യമായി പോയി. ആ പിൻവിളി ആരും കേട്ടില്ല. എന്നാലും വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും കയറി ആ ഡെഡ് ലിഫ്റ്റ് ഒക്കെ പിടിച്ചു. അത് പൊക്കാൻ നേരത്തെ ഒരു ഉൾവിളി ഉണ്ടായി. ഒരു ഉൾവിളി ഉണ്ടായി. മോനെ, കാറ്റും പുകയല്ല, ഇനി പ്രളയ സാധ്യത വരെ ഉണ്ടെന്ന്. പക്ഷെ എന്റെ ഹൃദയം അവിടെ തകരുകയായിരുന്നു. എനിക്ക് അവളെ നഷ്ടമായി സത്യത്തിൽ. അങ്ങനെ വിഷമിച്ച് ഇനി ആ പടി ഞാൻ ചവിട്ടില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി ഞാൻ നേരെ ചെന്നത് നമ്മൾ ടേക്ക് കെയർ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ടേക്ക് കെയർ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തു. അതായത് കരുതൽ ഓഫ് ഇസഡ് കാറ്റഗറി വിത്ത് ഹൈലി ഇന്റലിജന്റ് ഇസ് നോൺ ആസ് KOZHI കോഴി. ആ കോഴിക്കഥ ഇനിയൊരു ദിവസം നമുക്ക് കാണാം. താങ്ക് യു.